അങ്ങനെ എല്ലാവരും അണുകുടുംബങ്ങളിലേക്ക് മാറുമ്പോൾ അതിൽ നിന്ന് വ്യത്യസ്തമാകുന്ന ഒരു കുടുംബത്തെയാണ് ഇനി നമ്മൾ കാണിക്കാൻ പോകുന്നത്. എടത്തുവയിലുള്ള ബാങ്ക് മാനേജറായിട്ടുള്ള ജോമിമോൻ ജോസഫ്, അതുപോലെ അധ്യാപികയായിട്ടുള്ള ജോമോൻ ജേക്കബ്, അവരുടെ കുഞ്ഞുങ്ങൾ. സാധാരണ നമ്മുടെ നാടുകളിലൊക്കെ ഇപ്പൊ കാണുന്നത് എന്താ, മൊത്തം അണുകുടുംബങ്ങളാണ്. ഒരു കുട്ടി, രണ്ട് കുട്ടി, മാക്സിമം പോയ 3 കുട്ടികൾ. പക്ഷെ നമ്മൾ ഇപ്പോൾ ഉള്ളത് ഒരു ഇമ്മിണി വലിയ കുടുംബത്തിലാണ്. അതുപോലെ ഞങ്ങളുടെ ഒരു ലവ് മാരേജ് ആയിരുന്നു. ഏറെക്കുറെ കല്യാണമൊക്കെ നടക്കുമെന്ന് ഉറപ്പായപ്പോൾ അതിന് മുമ്പ് തൊട്ട് തന്നെ എൻ്റെ വലിയൊരു ആഗ്രഹമായിരുന്നു ഒരു 4-5 മക്കൾ വേണം എന്നുള്ളത്. അങ്ങനെ പ്രാർത്ഥിക്കുമായിരുന്നു, 4-5 മക്കളെ തന്നെ അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കുമായിരുന്നു. ജോബിക്ക് ക്യാൻസർ വന്നു. ക്യാൻസർ വന്നു കഴിഞ്ഞാൽ നമ്മൾ ട്രീറ്റ്മെൻറ്റ് എടുക്കാൻ പോയപ്പോൾ അവർ നമ്മളോട് ആദ്യം പറഞ്ഞത് പിന്നെ മക്കൾ ഉണ്ടാകാൻ ഇനിയും പാടില്ല എന്ന് തന്നെയാണ് പറഞ്ഞത്. ഈ ഒരാളുണ്ട്, ആളെ കൊണ്ട് തന്നെ നിങ്ങൾ മുന്നോട്ട് പോയാൽ മതി എന്നാണ് പറഞ്ഞത്. അങ്ങനെ ഒരു പ്രതീക്ഷയൊന്നുമില്ല, പക്ഷെ ചിന്തിച്ചിട്ടില്ല. പക്ഷെ ഗ്രാജുവലായിട്ട് ഓരോ പ്രാവശ്യവും ജോമോള് ഗർഭിണിയാണെന്ന് അറിയുമ്പോഴും പെട്ടെന്ന് ആദ്യം ഒരു ഞെട്ടലായിരുന്നു. പിന്നെ ഈ രണ്ട് കഴിഞ്ഞത് 3ാമത്തെ ട്വിൻസ് ആയിരുന്നു. ട്വിൻസ് കഴിഞ്ഞപ്പോഴേക്കും എൻ്റെ ബാങ്കിലാണെങ്കിലും ഒരുപാട് പേർക്ക് ഭയങ്കര കൗതുകമാണ്. കാരണം ബാങ്കിൽ നിന്ന് ഇത്രയും പിള്ളേരുള്ള ആരും ഇല്ല. അപ്പം ജോബിക്കൊക്കെ ഇതിന് സമയം കിട്ടുന്നുണ്ടോ എന്നൊക്കെ ചോദിക്കും. ഞാൻ തമാശയ്ക്ക് പറയും, എനിക്ക് ആകെ ബാങ്കിൽ മുട്ടുന്ന ഒരേ ഒരു ടാർഗറ്റ് എൻ്റെ ഈ ഒരു ടാർഗറ്റ് മാത്രമാണ് തമാശയ്ക്ക് ഞാൻ പറയാറുണ്ട്. ടീച്ചർക്ക് സ്കൂളിൽ പോകാൻ സമയം കിട്ടാറുണ്ടോ? ഇത് എന്നോട് എല്ലാവരും ചോദിക്കുന്ന ഒരു ചോദ്യമാണ്. സ്കൂളിൽ തന്നെ എന്നെ എല്ലാവരും കളിയാക്കാറുണ്ട്. അവർ ഇത്തവണ ഞാൻ ഇവിടുത്തെ പറഞ്ഞു, ഒരു വർഷമെങ്കിലും നിന്നെ ഞങ്ങൾ ഒന്ന് കാണാൻ പറ്റിയില്ല എന്ന് എന്നെ കളിയാക്കുന്ന എൻ്റെ ഫ്രണ്ട്സ് ഒത്തിരി. ഫ്രണ്ട്സ് അല്ല, സ്റ്റാഫ് ഫുള്ളായിട്ട്. ഞാൻ ഇവിടെ വന്നിട്ട് എനിക്കൊന്ന് 6 വർഷമായി. ഈ സ്കൂളിൽ വന്നിട്ട് 6 വർഷം, എനിക്ക് 6 പിള്ളേരായി. ഇവരെല്ലാരും കൂടെ ഒരുമിച്ച് ഒരു സ്ഥലത്തേക്ക് കൊണ്ടുപോകണമെങ്കിൽ, ഫാമിലി ആയിട്ട് ഒരു സ്ഥലത്തേക്ക് പോകണമെങ്കിൽ നിങ്ങൾ ഏത് വണ്ടിയിലാണ് പോവുക? എൻ്റെ സ്വന്തം വണ്ടി. ഇപ്പം എൻ്റെ വണ്ടി എന്ന് പറയുന്നത് എർട്ടിഗയാണ്. നേരത്തെ എനിക്ക് അമേസ് ആയിരുന്നു. അപ്പോൾ അതിനകത്ത് സീറ്റിംഗ് തികയാതെ വന്നുകൊണ്ടാണ് ഞാനിപ്പം എർട്ടിഗ എടുത്തത്. എർട്ടിഗ 7 സീറ്ററാണ്. അതിൻ്റെ പുറകെ തന്നെ മാക്സിമം ആൾക്കാരെ കൊള്ളിക്കാനുള്ള സ്ഥലമുണ്ട്. അപ്പം ഇവിടെ വെച്ചൊന്നും നിർത്തിയിട്ടില്ല എന്ന് ചുരുക്കം അല്ലേ? അല്ല, നമ്മൾ അതിനെക്കുറിച്ചൊന്നും ഇതുവരെ പ്ലാനിങ് ഒന്നുമില്ല, നിർത്തിയിട്ടില്ല. നാച്ചുറലായിട്ട് എപ്പോൾ അവസാനിക്കുന്നു അപ്പോൾ അവസാനിക്കേണ്ടതാണ്. ടീച്ചർ ഇടയ്ക്ക് എന്നോട് തമാശക്കാരെല്ലാം പറഞ്ഞു. മൂത്തയാൾ ഇട്ടത് ഇവളിട്ടു, ഇപ്പം ആണ്ട് അവൾ ഇടുന്നു. പിന്നെ അതിനകത്തുനിന്ന് അത്യാവശ്യം നല്ലതുണ്ടെങ്കിൽ റോസക്കുട്ടിക്കും കൊടുക്കും. നമുക്ക് അങ്ങനെ പ്രയോജനമുണ്ട് കേട്ടോ. ഈ മൂത്ത ആൾ യൂസ് ചെയ്ത ഉടുപ്പ് ചെറുതായി വരുമ്പോൾ നമുക്ക് ആ ഓർഡർ അനുസരിച്ച് കൊടുക്കാൻ ആൾക്കാരുള്ളതുകൊണ്ട് നമുക്ക് പർച്ചേസ് നമുക്ക് കുറച്ച് ലാഭിക്കാൻ പറ്റും. അതൊരു പ്രധാനപ്പെട്ട കാര്യമാണ്. മുന്നോട്ട് എങ്ങനെയാണ് ഇവരിനിയിപ്പം പഠിത്തം കാര്യങ്ങൾ വളർന്നു വരുമ്പോഴുള്ള കാര്യങ്ങളുണ്ട്. എപ്പോഴും ആളുകൾ ചിന്തിക്കുമ്പോൾ അതാണല്ലോ 1-ലും 2-ലും തന്നെ നിർത്തുന്നത്. ഇവരെ പഠിപ്പിക്കുക, അത്രേ ഉള്ളൂ. നമ്മൾ നല്ലപോലെ വിദ്യാഭ്യാസം കൊടുക്കുക, ബാക്കിയുള്ളത് അവർ പഠിച്ചോളും, അവർ തന്നെ എന്തെങ്കിലുമൊക്കെ ആയിക്കോളും എന്നുള്ള പ്രതീക്ഷയിലാണ്. കളിപ്പാട്ടൊക്കെ വാങ്ങുമ്പോൾ എപ്പോഴും എല്ലാവർക്കും കൂടെ കളിപ്പാട്ടങ്ങൾ ഞങ്ങൾ പൊതുവെ വീട്ടിൽ മേടിൽ വളരെ കുറവാണ്. നമുക്ക് അങ്ങനെ കളിപ്പാട്ടം മേടിച്ച് അധികം നാളും നിൽക്കത്തില്ല. അതുകൊണ്ട് പിന്നെ കളിപ്പാട്ടത്തിനോട് വലിയ താല്പര്യം നമ്മൾ കാണിക്കാറില്ല. ചുമരുകളൊക്കെ കണ്ടാൽ തന്നെ എല്ലാവരും ചുമരിലൊക്കെ നല്ല ഡിസൈൻസ് ഒക്കെ കൊടുത്തിട്ടുണ്ട്. അല്ല, നമ്മൾ അതിന് കൺട്രോളൊന്നും ഞാൻ വെക്കാറില്ല. കയ്യെത്താൻ പറ്റുന്ന എല്ലാ സ്ഥലത്തും അവർ കയറി വരയ്ക്കാറുണ്ട്. ഇവര് തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ അടി കൂടുമ്പോൾ എന്ത് ചെയ്യുക? അടി കൂടുമ്പോണ്ടോ? വഴക്കുണ്ട്, നല്ല വഴക്കുണ്ട്. ചില സമയത്ത് ഈ ലൊട്ടിലൊടുക്ക് സാധനങ്ങൾക്ക് വേണ്ടിയിട്ടായിരിക്കും ഏറ്റവും കൂടുതൽ വഴക്കുണ്ടാകുന്നത്. അപ്പം ഞാൻ ആദ്യമൊക്കെ ഇടപെടുമായിരുന്നു. ഇടപെട്ട് കഴിഞ്ഞാൽ പിന്നെ എനിക്ക് മനസ്സിലായി, പിന്നെ ഇടപെട്ട് കഴിഞ്ഞാൽ ഇവർ കുറച്ച് കഴിയുമ്പോൾ ഒന്നാവും, ഇപ്പം നമ്മൾ വേറെയാണ്. അപ്പം ഇപ്പം ഞാൻ ഇടപെടാറില്ല. ബാങ്കിൽ എനിക്ക് ജോലി ചെയ്യുന്ന സ്ഥലത്ത് ഭയങ്കര ഒരുപാട് ടെൻഷനുണ്ട്. ഇതെല്ലാം കഴിഞ്ഞിട്ട് നമ്മൾ ആ ടെൻഷനെല്ലാം കഴിഞ്ഞ് നേരെ വീട്ടോട്ട് കയറി വരുമ്പോൾ ഇവർ ബെല്ലടിക്കുമ്പോൾ തന്നെ ഈ ജനലൊക്കെ വന്നിട്ട് നോക്കിയിട്ട് അച്ചാച്ചാന്ന് വിളിച്ചിട്ട് കയറി ഒരു ദേഹത്ത് എല്ലാവരും ചാടി ദേഹത്ത് കയറും. പക്ഷേ ചാടാൻ പറ്റുന്നവരൊക്കെ ചാടി ദേഹത്ത് കയറും. ആരോഗ്യം ഉണ്ടെങ്കിൽ എടുത്തുകൊണ്ടിരിക്കും. അപ്പോൾ ആ സമയത്ത് നമുക്ക് പിന്നെ ഈ പറഞ്ഞ നമ്മൾ വന്ന ആ ടെൻഷനൊന്നും പിന്നെ കാണത്തില്ല. ജോബിയും ജോമോളും ഒക്കെ പറഞ്ഞതുപോലെ ഞങ്ങളും ഇത്രയും നേരം ടെൻഷൻ ഫ്രീ ആയിരുന്നു, സമയം പോയത് അറിഞ്ഞില്ല. ഇത് കാണുന്ന നിങ്ങൾക്കും ഈ കുഞ്ഞുങ്ങളുടെ അത്രയധികം പോസിറ്റീവ് എനർജി കിട്ടിയിട്ടുണ്ടാകും എന്ന് തന്നെ കരുതുന്നു. 7സിനൊപ്പം സുധിഷ ധർമ്മൻ, ഏഷ്യാനെറ്റ് ന്യൂസ്.